എൻഎഫേട്ടൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയായിരുന്നു. നമ്മളെപ്പോഴും തമാശക്കൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായെങ്കിൽ നമുക്കത് ഡബ്ബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ ഡബ്ബിങ്ങിൽ പിടിക്കുന്നൊക്കെ പറയും. പക്ഷേ പുള്ളിക്ക് എപ്പോഴും തൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വേറെ കാണുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഡബ്ബിങ്ങിൽ ചില മാന്ത്രികതകൾ ഉപയോഗിക്കുമെന്നാണ് പുള്ളി ഈ നരസിംഹത്തിൻ്റെ സമയത്തൊരിക്കൽ ആ ലാലേട്ടനായിട്ടുള്ള സീനിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഡബ്ബിങ്ങിൽ ഞാൻ വേറൊരു സാധനം ഇടും. നീ പകപോക്കാണല്ലേടാ, ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം തിരികടാത്തൊരു വിളക്കിന് മുമ്പിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. അപ്പോൾ ആ ഡബ്ബിങ് ശബ്ദം അയാൾക്ക് ആ മാന്ത്രിക ശബ്ദം നമ്മൾ വല്ലാതെ വശീകരിച്ചിട്ടുള്ളതൊന്നുമാണ്. മലയാളികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇപ്പോൾ മിമിക്രിക്കാരൊക്കെ ഏത് സമയത്തും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ് എൻഎഫേട്ടൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശബ്ദത്തിൽ അയാൾക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ. പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റ് ഓയിൽ. അമൃത് വേണി ഡാൻഡ്രോക്വിറ്റ്.